ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു. സ്ഥാനാർത്ഥിയായി സഖാവ് NK പ്രേമേന്ദ്രനെ തീരുമാനിക്കുകയും ചെയ്തു. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലായി കൊല്ലം പാർലമെന്റ് സീറ്റ് RSP ആവശ്യപ്പെട്ടു വരികയായിരുന്നു. അതിനു മുമ്പ് നിരന്തരമായി പാർട്ടി സ്ഥാനാർത്ഥികളായ സഖാവ് N. ശ്രീകണ്ഠൻ നായർ മത്സരിച്ച് ജയിച്ചിട്ടുള്ള കൊല്ലം പാർലമെന്റ് സീറ്റിൽ സഖാവ് NK പ്രേമചന്ദ്രൻ 2 പ്രാവശ്യം സ്ഥാനാർത്ഥിയായി നിന്നും മത്സരിച്ച് ജയിച്ചു. MP ആയിരിക്കുമ്പോഴാണ് സീറ്റ് CPM പിടിച്ചെടുത്തത്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റ് തിരിച്ചു തരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു, തന്നില്ല. P. രാജേന്ദ്രനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി. ഞങ്ങൾ ഉൾപ്പെടെ ഒരു ദേശീയ നയം അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രാജേന്ദ്രനെ വിജയിപ്പിക്കുവാൻ പ്രവർത്തിച്ചു. രാജേന്ദ്രൻ വിജയിച്ചു. രണ്ടാമത് നടന്ന തെരഞ്ഞെടുപ്പിലും രാജേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കി. അന്നും RSP സീറ്റ് തിരിച്ചു തരണമെന്ന് ആവശ്യം ഉന്നയിച്ചു, തന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പീതാംബരക്കുറുപ്പാണ് മത്സരിച്ചത്. പീതാംബരക്കുറുപ്പിനെ 3ാമത് എതിർത്തതും P. രാജേന്ദ്രൻ തന്നെയായിരുന്നു. രാജേന്ദ്രൻ തോറ്റു. പീതാംബരക്കുറുപ്പ് വിജയിച്ചു. ഈ കാലഘട്ടങ്ങളിൽ തന്നെയാണ് RSPക്ക് സംസ്ഥാനത്ത് 9 സീറ്റിൽ ഞങ്ങൾ മത്സരിച്ച് ഇരുന്നതാണ്. പാർട്ടിയിൽ ചെറിയ ഭിന്നിപ്പുണ്ടായി എന്ന പേരിൽ സീറ്റുകളുടെ എണ്ണം കുറച്ചു, 6 കുറച്ചു. 6 സീറ്റായി കുറയ്ക്കുമ്പോൾ കൊല്ലം അസംബ്ലി നിയോജകമണ്ഡലവും കുറ്റിപ്പുറം അസംബ്ലി നിയോജകമണ്ഡലവും ഉൾപ്പെടെ 6 സീറ്റുകളായിരുന്നു. ചവറ, കുന്നത്തൂർ, ഇരവിപുരം, ആര്യനാട് ഉൾപ്പെടെയുള്ള 6 സീറ്റുകളിലാണെന്ന് മത്സരിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞതിന് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിച്ച് ഇരുന്ന 6 സീറ്റുകളിൽ 2 കൂടി CPM പിടിച്ചെടുത്തു. അതിലൊന്ന് കൊല്ലം സീറ്റ്. കൊല്ലം ഞങ്ങളുടെ ഹൃദയമാണ് വാസ്തവത്തിൽ. പണ്ടുകാലം മുതൽ കൊല്ലം അസംബ്ലി നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിരുന്നത് RSPയുടെ നേതാക്കന്മാരാണ്. സഖാവ് TK ദിവാകരൻ തുടങ്ങി ബാബു ദിവാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ വിജയിച്ച കൊല്ലം അസംബ്ലി നിയോജകമണ്ഡലവും CPM ഏറ്റെടുത്തു. കുറ്റിപ്പുറം അസംബ്ലി നിയോജകമണ്ഡലം ഞങ്ങൾക്ക് നൽകിയില്ല. അസംബ്ലി നിയോജകമണ്ഡലങ്ങളുടെ എണ്ണം 4 കുറച്ചു. ക്രമേണ ഞങ്ങളുടെ സ്വാധീനം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് മുഖ്യകക്ഷിയായ CPMൽ നിന്നും LDFിലെ ഘടകകക്ഷിയായ RSPക്കുണ്ടായ അനുഭവം. നിരന്തരമായി അസംബ്ലി സീറ്റുകളുടെ എണ്ണം കുറയ്ക്കുക, പാർലമെന്റ് സീറ്റ് അവരെ ഏറ്റെടുക്കുക. പാർലമെന്റ് സീറ്റ് ഏറ്റെടുത്ത സമയത്ത് ഞങ്ങൾക്ക് നൽകിയിരുന്ന രാജ്യസഭാ സീറ്റ് വീണ്ടും നൽകാതിരിക്കുക. ഇത്തരത്തിലുള്ള പീഡനങ്ങൾ അനുഭവപ്പെട്ട് LDF തുടരുകയായി. ഇത്തവണ കൊല്ലം സീറ്റ് തിരിച്ചു തരണമെന്ന് 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ രേഖാമൂലം എഴുതി കൊടുത്തു LDF കൺവീനർക്ക്. അതിനുശേഷം LDFന്റെ നേതാക്കന്മാർ CPM നേതാക്കന്മാരായ സഖാവ് പിണറായി വിജയനെയും നേരിൽ കണ്ട് ഞാനും സഖാവ് NK പ്രേമചന്ദ്രനുമായി സംസാരിച്ചു. പല പ്രാവശ്യം സംസാരിച്ചു. സീറ്റ് തിരിച്ചു തരുന്ന കാര്യം ആലോചിക്കാമെന്ന് മറുപടി പറഞ്ഞതാണ്. പക്ഷേ യാതൊരു ചർച്ചയും ഉണ്ടായില്ല. ഞങ്ങളുടെ കത്തിന്, ഞങ്ങളുടെ അഭ്യർത്ഥനയ്ക്ക് പുല്ലുവില പോലും CPMന്റെ നേതാക്കന്മാർ നൽകിയില്ല. സാധാരണഗതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും അസംബ്ലി തെരഞ്ഞെടുപ്പായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് LDF എന്ന സംവിധാനം കൂടി സീറ്റ് ചർച്ചകളെ സംബന്ധിച്ച്
പ്രാഥമികമായ ചർച്ചകൾ നടത്തുകയും ഉഭയകക്ഷി ചർച്ചകൾ നടത്തുകയും ചെയ്യുക സ്വാഭാവികമാണ്. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും പ്രഖ്യാപിക്കുന്നതിന് മുമ്പും അത്തരത്തിലുള്ള ഒരു ചർച്ചയും ഉണ്ടായില്ല. ഉഭയകക്ഷി ചർച്ച നടത്തിയവർ ആരുമായി? CPI-യുമായി. CPM-ഉം CPI-യുമായി മാത്രം ഉഭയകക്ഷി ചർച്ച നടത്തി. 16 സീറ്റുകളിൽ 19 സീറ്റ് അവർ രണ്ടു കൂട്ടരുമായി പങ്കിട്ട് 20 സീറ്റുകളിൽ 16 സീറ്റ് CPM-ഉം 15 സീറ്റ് 4 സീറ്റ് CPI-യും 15 സീറ്റ് CPM-ഉം 1 സീറ്റ് ഒഴിച്ചിട്ടിരിക്കുകയാണ് ഇടുക്കി. അത് ദാനം കൊടുക്കാൻ വേണ്ടിയായിരിക്കാം. ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയം നടന്നു. RSPക്ക് പത്തനംതിട്ട സീറ്റ് എന്ന് ദൃശ്യമാധ്യമങ്ങൾ എഴുതി കാണിച്ച് പത്രങ്ങളിലും വാർത്ത വന്നു. കൊല്ലത്തിന് പകരം പത്തനംതിട്ട സീറ്റ് നൽകും. ആ കൊല്ലമാണ് ഞങ്ങൾ ചോദിച്ചത്. ഞങ്ങൾ അവസാനമായി തീരുമാനിച്ചു കൊല്ലം ലഭിച്ചില്ലെങ്കിൽ പോലും ഈ എഴുതി കാണിക്കുന്ന സീറ്റ് വിട്ടുകിട്ടുമെങ്കിൽ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി അത് ഏറ്റെടുക്കണമെന്ന് ആ ഒരു ധാരണ ഞങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലൊരു തീരുമാനം അവരിൽ നിന്നുണ്ടായില്ല. അത്തരത്തിലൊരു തീരുമാനം അവർ അറിയിച്ചതുമില്ല. ഇന്നലെ LDF-ന്റെ നേതാക്കന്മാരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് പത്തനംതിട്ട സീറ്റ് തരുന്നതിനെ സംബന്ധിച്ചൊന്നും ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നില്ല. ഞങ്ങൾക്കറിയില്ല. ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും വന്ന ഒന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളങ്ങനെ ചിന്തിച്ചതുപോലുമില്ല. കൊല്ലം സീറ്റ് ഞങ്ങൾ മത്സരിച്ച് വിജയിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പരാജയപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് സ്വാധീനമുള്ള പ്രദേശമാണ്, പക്ഷേ ഞങ്ങളുടെ കൈവശമാണ്. അതുകൊണ്ട് ഇത്തവണ അത് തരാനും നിവൃത്തിയില്ല. ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇന്നലെ LDF ബഹിഷ്കരിച്ചത്. 2:30 മണിക്ക് വീണ്ടും LDF യോഗം കൂടുമെന്ന് അറിയിച്ചു. LDF യോഗത്തിൽ ഞങ്ങൾ പങ്കെടുക്കുന്നതല്ല എന്നറിയിച്ചു മടങ്ങി. 2:30 മണിയായപ്പോൾ LDF കൺവീനർ വിളിച്ചു. പക്ഷേ LDF കൺവീനറോട് 11 മണിക്ക് പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ലേ 2:30 മണിക്കും പറയാനുള്ളതെന്ന് മറുപടി പറഞ്ഞ് ഞങ്ങൾ പങ്കെടുത്തില്ല. പിന്നീട് ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടു, എഴുതി കാണിച്ചതാണ്. പത്തനംതിട്ട സീറ്റ് പോലെ എഴുതി കാണിച്ചു RSPയുമായി വീണ്ടും ഉഭയകക്ഷി ചർച്ച നടത്താൻ തീരുമാനിച്ചു എന്ന്. ഒരു ഉഭയകക്ഷി ചർച്ചയെ സംബന്ധിച്ചും ഈ സമയം വരെ അവരാരും ഞങ്ങളെ വിളിച്ചിട്ടില്ല, ഞങ്ങളുമായി ചർച്ച ചെയ്തിട്ടുമില്ല. ഏതായിരുന്നാലും ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇക്കാര്യങ്ങളെല്ലാം തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും തീരുമാനിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചത്. ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ ആര് സഹായിച്ചാലും ആ സഹായം ഞങ്ങൾ സ്വീകരിക്കും. ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളിലും അല്ലാതെയുമൊക്കെ കാണുന്നു, പല UDF-ന്റെ സുഹൃത്തുക്കൾ അവരുടെ പ്രഖ്യാപനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങളെ സഹായിക്കുമെന്ന്. ആര് സഹായിച്ചാലും ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായി മുന്നണിയുടെ ഭാഗമല്ലാതായി മാറും. അത് ഞങ്ങൾക്കറിയാം. LDF-ന്റെ ഭാഗമല്ലാതായി മാറും. അപ്പോൾ LDF-ന്റെ ഭാഗമായിട്ട് അല്ല, LDF തുടരാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. LDF-ന്റെ തുടർന്നുള്ള യോഗങ്ങളിൽ ഞങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്നതുമല്ല. കൊല്ലത്തിന് പകരം ഇനി ഏതെങ്കിലും ഒരു സീറ്റ് തരാമെന്ന് പറഞ്ഞാലും, ഒരുപക്ഷെ കൊല്ലം സീറ്റ് തന്നെ തരാമെന്ന് പറഞ്ഞാലും സ്വീകരിക്കുന്ന കാര്യം ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചത്. അതിൽ നിങ്ങളുടെ എല്ലാം സഹായ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മറ്റു കാര്യങ്ങൾ ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരും ഇല്ലാന്ന് പറഞ്ഞു UDF-ലേക്ക് പോകുന്നുണ്ട്. LDF ഇല്ലാന്ന് പറഞ്ഞ് UDF-ൽ എന്റെ ചർച്ചകളൊന്നും നടന്നിട്ടില്ല. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അത് ആലോചിക്കും. മുന്നണി തകർന്നതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? CPIM-ന്.
മനസ്സിലായില്ലേ എന്തിനാ പ്രിവർ ചെയ്യുന്നത്? ഒരു അടുത്ത ആളാ. പിന്നെ അല്ലാതെ ആർക്കാ ഞാൻ ഈ പറഞ്ഞു വന്നതൊക്കെ ഞങ്ങളാരും കുഴപ്പം ചെയ്തില്ലല്ലോ. ഈ പറഞ്ഞു വന്നതിൽ ഒരു മുന്നണി സംവിധാനത്തിൽ നിൽക്കുമ്പോൾ പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും വന്ന വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയാണോ ഒരു പാർട്ടി കാര്യങ്ങൾ നീക്കുന്നത്? അല്ല, ഒരു വളരെ മൗലികമായ പ്രശ്നം നേരത്തെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ സീറ്റ് ലഭിക്കാത്തതിനേക്കാൾ ഉപരിയായി സീറ്റ് കഴിഞ്ഞ 2 പ്രാവശ്യവും 99-ലും 2004-ലും 2009-ലും പാർട്ടിക്ക് ലഭിച്ചില്ല. പക്ഷെ ഇപ്രാവശ്യമുണ്ടായ സമീപനം ഏകപക്ഷീയമായി സീറ്റ് വിഭജനം നടത്തുക, സ്ഥാനാർത്ഥികളുടെ നിർണയം പൂർത്തീകരിക്കുക, അത് മുഴുവൻ അനൗപചാരികമായിട്ടാണെങ്കിലും മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുക, അതിനുശേഷം LDF-ന്റെ ആദ്യത്തെ യോഗം വിളിച്ചു ചേർത്ത് സീറ്റ് വിഭജനത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുക. അപ്പോൾ RSP അടക്കമുള്ള ഘടക പാർട്ടികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒരു പ്രസക്തവുമല്ല എന്ന ഒരു സന്ദേശമാണ് സത്യത്തിൽ അതുമൂലം ഞങ്ങൾക്ക് ലഭിച്ചത്. കേവലം ഒരു ലോക്സഭാ സീറ്റ് ഇല്ലാതിരുന്ന ഘട്ടങ്ങളിലൊക്കെ 1999-ലും 2004-ലും 2009-ലും ഈ മുന്നണിയിൽ തുടർന്ന് നിൽക്കുന്ന ഒരു സമീപനമാണ് RSP സ്വീകരിച്ചത്. പക്ഷേ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും പോലും നടത്തുമ്പോൾ LDF-ലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ 1980-ൽ LDF രൂപീകരിക്കുന്നതിന് PKV മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച് പുറത്തു വന്ന പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായിട്ടുള്ള RSP സീറ്റ് വിഭജനം നടക്കുന്നു, സ്ഥാനാർത്ഥി നിർണയം നടക്കുന്നു, സ്ഥാനാർത്ഥികളുടെ പേരുകൾ പത്രങ്ങളിലൂടെ വരുന്നു, കൃത്യമായി വരുന്നു, അത് അവരാരും നിഷേധിക്കുന്നുമില്ല. അവരെല്ലാം അവരുടെ വർത്തമാനങ്ങളിലൂടെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചർച്ചയ്ക്ക് പോലും പ്രസക്തമല്ലാത്ത നിലയിൽ RSP ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ആയ ഒരു പശ്ചാത്തലം കൂടി പരിഗണിച്ചുകൊണ്ടും കഴിഞ്ഞ കുറേ കാലമായി തുറന്നു വന്നിട്ടുള്ള സമീപനത്തിന്റെയും ഭാഗമായിട്ടാണ് അതിനൊരു നിമിത്തമായി ഇപ്പോൾ ഈ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ല, അങ്ങ് പറഞ്ഞത് LDF UDF-ലേക്ക് പോകാൻ ഈ കൺസിഡർ എന്നാ പറഞ്ഞത് ഇല്ലേ? ഇത്രയും നാളും നിങ്ങൾ UDF-ന്റെ നയങ്ങളെ ശക്തമായി എതിർക്കുകയും ഇപ്പോൾ ഒരു സീറ്റ് ഇല്ല എന്ന് പറഞ്ഞ ഒരു അലയൻസ് ഓഫ് കൺവീനിയൻസിന് വേണ്ടി പോകുന്നതിൽ എന്ത് രാഷ്ട്രീയ ഇതാണ്? സീറ്റിന്റെ കാര്യത്തിൽ മാത്രമല്ലല്ലോ ഇവിടെ പറഞ്ഞല്ലോ. അല്ല, നിങ്ങളുടെ ഐഡിയോളജി, നിങ്ങളുടെ പോളിസി ഓൾവേസ് ബീൻ അഗൈൻസ്റ്റ് ദി കോൺഗ്രസ് പോളിസി. അല്ല, ശരി, ആ കാര്യത്തെ സംബന്ധിച്ച് ശരിയാണ്. കാരണം നിങ്ങൾ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ സംഘടനാപരമായിട്ടുള്ള അസ്തിത്വം, രാഷ്ട്രീയമായിട്ടുള്ള അസ്തിത്വം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2004-ൽ RSP അടക്കമുള്ള 4 ഇടതുപക്ഷ പാർട്ടികളുടെ പിന്തുണയോടുകൂടിയാണ് കേന്ദ്രത്തിൽ 1ാം UPA സർക്കാർ അധികാരത്തിൽ വന്നത്. അപ്പോൾ ഞങ്ങൾ UDF-ന്റെ ഭാഗമാവുകയോ അല്ലെങ്കിൽ UDF-മായി ബന്ധപ്പെട്ട ഒന്നോ സംഭവിച്ചില്ലെങ്കിൽ പോലും സ്വാഭാവികമായി നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രത്യേക സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് മുന്നണി രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ സംഘടനാപരവും രാഷ്ട്രീയവുമായിട്ടുള്ള അസ്തിത്വം മുഖവിലേക്ക് എടുത്തുകൊണ്ട് അവർ നൽകുന്ന സഹായം സ്വീകരിക്കുക എന്നൊരു പൊതു സമീപനമാണ് ആ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ആണവ കരാറിന്റെ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് ഫൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്. ആ പൊളിറ്റിക്കൽ ഫൈറ്റില് ഇന്നലെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിരുന്ന ഒരാളിനെ ഇന്ന് CPM-ന് സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരുന്നത് പൊളിറ്റിക്കൽ ഫൈറ്റാണോ? ജനാധിപത്യ മര്യാദയാണോ? അത് ഇത്തരം ഒരു പാർട്ടിക്ക് യോജിച്ചതാണോ? അത് നിങ്ങൾ ചോദിക്കുന്നില്ലല്ലോ. ഇന്നലെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ഇന്ന് CPM-ന്റെ സ്ഥാനാർത്ഥി, അതെങ്ങനെയാവും? അതെന്ത് നയമാണ്? ദേശീയ തലത്തിലല്ലോ, ഇപ്പൊ കേരളത്തിലെ കാര്യമല്ലേ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ദേശീയ കാഴ്ചപ്പാടിൽ അവിടെ ഭംഗം വരാത്ത നിലയിൽ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അവിടെ ബംഗാളിൽ 4 സീറ്റിൽ RSP മത്സരിക്കുന്നുണ്ട്, ആ മുന്നണിയിൽ മത്സരിക്കുന്നുണ്ട്. മുന്നണിയായിട്ട് തന്നെയാണ് അവിടെ മത്സരിക്കുക. ആ മുന്നണി ബന്ധത്തിന് യാതൊരു ശിഥിലീകരണവും ഉണ്ടാകാതെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. അത് CPM-നെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ പോയി അവിടെ പിന്നെ അമ്മയുടെ ഒരു സീറ്റിന് വേണ്ടി കാത്തുകെട്ടി കിടക്കാവുന്നുണ്ടെങ്കിൽ അല്ല ഞാൻ പറയുന്നത്, അതൊക്കെ എന്തൊരു രാഷ്ട്രീയ നയമാണ്. പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ടി ചന്ദ്രൻ യോഗത്തിൽ പങ്കെടുത്തു. അദ്ദേഹത്തിന് ഈ തീരുമാനങ്ങൾ വിശദീകരിക്കുന്നത് കണ്ടില്ല. അദ്ദേഹം ദേശീയ തീരുമാനമാണെങ്കിൽ വിശദീകരിച്ചാൽ മതിയല്ലോ. ഇത് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമായി.
ദേശീയ നേതൃത്വത്തിന്റെ അംഗീകാരം ഉണ്ടോ? അംഗീകാരം ഉള്ളത് കൊണ്ടല്ലേ അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുത്തു. ഈ UDF-ഉമായിട്ടുള്ള കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞത് ചർച്ച ചെയ്യും, ചർച്ചയ്ക്ക് തയ്യാറാണ്. ഇനിയിപ്പം ആരാണ് മുൻകൈ എടുക്കുന്നത്? നിങ്ങൾ ചർച്ച ചെയ്യാൻ അങ്ങോട്ട് പോകും? രണ്ടു കൂട്ടരും മുൻകൈ എടുക്കും. എന്തെങ്കിലും കോൺഗ്രസ് എന്തെങ്കിലും ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ? ആരെങ്കിലും സംസാരിക്കുക, എടുക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഉറപ്പ് എന്നല്ല, പല ആളുകളും ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഒരു തീരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഞങ്ങൾ നടത്തും. സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാമല്ലോ, LDF ഇവിടെ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രണ്ട് മുന്നണികളാണ്. ഒന്ന് LDF, ഒന്ന് UDF. LDF വിടുമ്പോൾ ഏതെങ്കിലും ഒരു ബർത്ത് ഞങ്ങൾ കാണും. ഏത് എല്ലാ കാര്യങ്ങളും ഇപ്പൊ പറയാൻ പറ്റുന്നതല്ലല്ലോ. ഇല്ല ഇതിനെ സംബന്ധിച്ച് ഒരു ഘട്ടത്തിൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയോ ധാരണയോ നീക്കുപോക്കോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായി നടത്തിയിട്ടില്ല. ഇന്നലെ ഞങ്ങൾക്കുണ്ടായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് സത്യത്തിൽ ഈ നിലപാടിലേക്ക് പോകാൻ പ്രേരിതമായി. മുൻകൂട്ടി ഒരു തയ്യാറെടുപ്പോ ഒരാലോചനയോ ചർച്ചയോ ഉണ്ടായിട്ടില്ല. കാരണം പത്തനംതിട്ട അടക്കമുള്ള 20 ലോക്സഭാ സീറ്റുകളിൽ അല്ലെങ്കിൽ 15 ലോക്സഭാ സീറ്റുകളിലും സ്ഥാനാർത്ഥി നിർണയവും സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനവും നടന്നതിന് ശേഷം LDF-ൽ ഒരു ഘടകകക്ഷിയായി കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നത് യുക്തിരഹിതമാണ് എന്നുള്ളത്. അതുപോലെ തന്നെ എത്രയോ കാലമായി പാർട്ടിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അഭിപ്രായത്തിന്റെയും അടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ പറഞ്ഞ 9 MLA-മാരും 2 ലോക്സഭാ അംഗങ്ങളും ഒരു രാജ്യസഭാ അംഗവും ഉള്ള ഒരു ഘട്ടത്തിലാണ് LDF രൂപീകരിക്കാൻ വേണ്ടി അന്ന് RSP നിലപാട് സ്വീകരിച്ചത്. അതിന്റെ അവസ്ഥയെ സംബന്ധിച്ചാണ് നേരത്തെ ഇവിടെ വിശദീകരിച്ചത്. അപ്പൊ ഇതിനകത്ത് മുൻകൂട്ടി ധാരണയോ ചർച്ചയോ ആലോചനയോ ഒന്നും ഉണ്ടായിട്ടില്ല. ഉരുത്തിരിഞ്ഞു വന്ന സാഹചര്യങ്ങളിൽ അവർ തല നിലപാടുകൾ പ്രഖ്യാപിച്ചു. LDF വിട്ടുവരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണെങ്കിൽ അതിനെ സംബന്ധിച്ച് പരിശോധിക്കാമെന്ന് അവർ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട പ്രതികരണമാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്. സ്വാഭാവികമായിട്ടും ഇപ്പോ അവര് പൊതുവായ രാഷ്ട്രീയമായി ഐക്യത്തിൻ്റെതായിട്ടുള്ള ഒരു ധാരണയിലേക്ക് വരാൻ സന്നദ്ധമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഐക്യത്തിനുള്ള സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ ഇപ്പോൾ മാറും. കാരണം രാഷ്ട്രീയമായി ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടൊരു മുന്നണിയിലാകുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ ഐക്യപ്പെടലിന്റെ അവസരങ്ങൾ ഉണ്ടാകും. നേരത്തെ പറഞ്ഞു, ഈ സെക്രട്ടറി പറഞ്ഞു CPI-ലാണ് മുന്നണി തകർന്ന വിശ്വാസം. അപ്പോൾ CPI-ക്ക് ഇതിനകത്ത് ഒരു പങ്കുമില്ലേ? കാരണം 15 സീറ്റ് അവരെടുത്തെങ്കിലും 4 സീറ്റുമായി അവരുടെ സ്വന്തം സാഹചര്യം സേഫാക്കിയിട്ടുണ്ട്. അപ്പോൾ CPI-ന് മാത്രമാണോ RSP അവർക്കും പങ്കുണ്ട്? നേതൃത്വപരമായ പങ്കുവഹിക്കുന്നവർ മറ്റവരാണെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നേതൃത്വപരമായ പങ്കുവഹിക്കുന്നത് മുഖ്യകക്ഷിയാണ്. മറ്റവർക്കും പങ്കുണ്ട്. ഇന്നലെ ഇതിന് ശേഷം CPM ഏതെങ്കിലും ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് തയ്യാറാവുക, ആരെങ്കിലും വിളിക്കുകയോ ചെയ്തിട്ടുണ്ട്? ഒരാള് പോലും വിളിച്ചിട്ടില്ല. അതൊക്കെ ആയിട്ട് ഇപ്പോഴും ഇതുവരെ വിളിച്ചിട്ടില്ല. അത് നിങ്ങളെ ഞാൻ പറഞ്ഞ പോലെ എഴുതി കാണിക്കുക മാത്രമേ ചെയ്യൂ. ഞാനുമായിട്ട് MLA-മാരെ സൃഷ്ടിച്ച പാർട്ടിയാണ് RSP. ഇനിയുള്ള ഘട്ടത്തിൽ 2 MLA-മാരുടെ MLA സ്ഥാനം രാജിവെച്ചിട്ടായിരിക്കുമോ പുതിയ അലയൻസിന് പോകുന്നത്? എങ്ങനെയായിരിക്കും ആ നടപടികൾ ഉണ്ടാവും? അതെല്ലാം ഭാവിയെ ആശ്രയിച്ച് വേണം ഞങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇങ്ങനെ ഇപ്പോഴേ ഞങ്ങൾ പ്രവചനം നടത്തേണ്ട കാര്യമില്ലല്ലോ. ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ മുന്നണി ബന്ധം ഞാൻ ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ തന്നെ പറയാം. മുന്നണി ബന്ധം ഇല്ലാതായി മാറിയാൽ കൊല്ലം കോർപ്പറേഷൻ ഭരണം LDF-ന് നഷ്ടപ്പെടും. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം LDF-ന് നഷ്ടപ്പെടും. പല പഞ്ചായത്തുകളുടെയും ഭരണം LDF-ന് നഷ്ടപ്പെടും. കൊല്ലം തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരാളിന്റെ ഭൂരിപക്ഷമാണ് ഞങ്ങളുടെ ഒരാളിന്റെ ഭൂരിപക്ഷം. കൊല്ലം കോർപ്പറേഷനിൽ 7 അംഗങ്ങൾ ഞങ്ങളുടെ ആളുകളാണ്. ഞങ്ങളുടെ ഭൂരിപക്ഷത്തിലാണ് കൊല്ലം കോർപ്പറേഷൻ. ഈ സ്ഥാനങ്ങളെല്ലാം പോകും. എന്താ വേണമെന്ന് ആലോചിക്കും. ഇല്ല, LDF വിട്ടുവെന്ന് നമുക്ക് പറയാമോ? പറയാം. ഞങ്ങൾ അത്തരം പ്രസ്താവനകളല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. പാർട്ടിയുടെ എന്നെ ബന്ധപ്പെട്ട് APCC പ്രസിഡന്റ് സുധീരൻ സെക്രട്ടറിയെ ബന്ധപ്പെട്ടിരുന്നു. ഇതിനുശേഷം ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം ബന്ധപ്പെട്ടു. എന്താണ് നിങ്ങൾ അത് വെളിപ്പെടുത്താവുന്നതല്ലല്ലോ, സമയമായില്ലല്ലോ. എല്ലാ കാര്യവും നിങ്ങളുടെ അടുത്ത് തന്നാൽ എഴുതി കാണിക്കത്തല്ലേ ഉള്ളു. അതെ, അതുകൊണ്ടാണ്. ഇല്ല, എഴുതി കാണിച്ചൊന്നും നടന്നില്ല. പത്തനംതിട്ട അതെ, കോട്ടയം. ഇന്നിപ്പോ കോട്ടയം അല്ല, ഇന്നിപ്പോ കോട്ടയം എഴുതി കാണിക്കും. ഞങ്ങളുമായിട്ട് ആരും വർത്തമാനം പറഞ്ഞ പോലും ഇല്ല. കോട്ടയം എഴുതി കാണിക്കും.
അതൊക്കെ ഭാവി പരിപാടികളെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങളൊരു മുന്നണിയിൽ നിന്നും മുന്നണി വിട്ട് നിൽക്കുമ്പോൾ ഇനി വരുന്ന ഭാവിയെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്, തീരുമാനമെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഞങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, പാർട്ടി സെക്രട്ടേറിയറ്റിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം ഈ തീരുമാനങ്ങളെല്ലാം എടുത്തതിന് ശേഷം വീണ്ടും സെക്രട്ടേറിയറ്റ് കൂടുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ? വീണ്ടും സെക്രട്ടേറിയറ്റ് കൂടിയ പാർട്ടി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാം. രാവിലെ കൂടിയ യോഗത്തിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു. സ്റ്റേറ്റ് കമ്മിറ്റി സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു. അതുകൊണ്ട് സെക്രട്ടേറിയറ്റ് കൂടിയ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാം. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജില്ലകളിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾ എങ്ങനെ ക്രോഡീകരിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള സംഘടനാപരമായ കാര്യങ്ങളാണ് ആലോചിച്ചത്. അവരൊന്നും ഇങ്ങോട്ടും അറിയിച്ചില്ലല്ലോ. അതെ, അറിയിക്കണം. അറിയിക്കേണ്ട സമയത്ത് അറിഞ്ഞോളും. ചരിത്രം ആവർത്തിക്കത്തില്ല. വിവേകപൂർവ്വം എടുത്തൊരു തീരുമാനം. നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ജയസാധ്യത എങ്ങനെ കാണുന്നു? വിജയസാധ്യത വിജയവും പരാജയവും ഒക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ പ്രവചനം നടത്താൻ. കൊല്ലത്ത് ഞങ്ങൾക്ക് നല്ല മാസമുള്ളതാണ്, അവർക്കറിയാം. കൊല്ലം ജില്ലയിൽ ആണ് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ. അത് നിർണായകമായ സ്വാധീനം ഉള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് RSP. CPM നല്ലതുപോലെ അറിയാം. ഇതേ സ്ഥാനാർത്ഥി ചവറ തോറ്റുപോയല്ലോ. ഏതേ നിങ്ങളുടെ സ്ഥാനാർത്ഥി ചവറ അത് വേറെ കാര്യം. തോക്കുകയും ജയിക്കുകയും ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, തെരഞ്ഞെടുപ്പിൽ. ശരി, ഓക്കെ. നിങ്ങളുടെ എല്ലാ സഹായ സഹകരണം ഉണ്ടാകണം. RSPയുടെ നിർണായക രാഷ്ട്രീയ തീരുമാനം വന്നിരിക്കുന്നു. RSP LDF വിട്ടു എന്ന് RSP സംസ്ഥാന നേതാക്കൾ ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് അറിയിച്ചിരിക്കുന്നു. കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ RSPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. വേണമെങ്കിൽ UDFന്റെ സഹായം തേടും എന്നും RSP നേതാക്കൾ മാധ്യമപ്രവർത്തകരോട് പറയുന്നു. ഒറ്റയ്ക്ക് സീറ്റ് ഇതൊക്കെ CPMന്റെയും CPIയുടെയും നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തതെന്നും മുൻപും തങ്ങളുടെ സ്വാധീനം ഇല്ലാതാക്കാൻ തന്നെയാണ് CPM നേതൃത്വം LDFൽ ശ്രമിച്ചിട്ടുള്ളതെന്നും LDFൽ വല്ലാത്ത രീതിയിൽ തങ്ങൾ തഴയപ്പെട്ടുവെന്നും RSP നേതാക്കൾ ആ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. RSP LDF വിട്ടു എന്നുള്ളതാണ് ഈ നിമിഷത്തിലെ ഏറ്റവും വലിയ വാർത്ത. ഇന്ന് രാവിലെ മുതൽ തന്നെ സംസ്ഥാന സമിതി യോഗവും സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനും VS അച്യുതാനന്ദനും ഇക്കാര്യം പുനഃപരിശോധിക്കണമെന്ന് നേതാക്കളോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അത്തരത്തിലുള്ള എല്ലാ ആവശ്യങ്ങളും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ LDF വിടാൻ RSP തീരുമാനിച്ചിരിക്കുന്നത്. കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ സ്ഥാനാർത്ഥിയായി ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. UDFന്റേതടക്കമുള്ള സഹായം തങ്ങൾ തേടും എന്നും അത്തരത്തിലുള്ള സഹായ വാഗ്ദാനങ്ങളുണ്ടെങ്കിൽ അത് നിരസിക്കില്ല എന്നും നേതാക്കൾ ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഞങ്ങളുടെ പ്രതിനിധി സവാദ് ഉണ്ട്. സവാദ്, LDF വിട്ടിരിക്കുന്നു എന്ന തീരുമാനം തന്നെയല്ലേ ഇപ്പോൾ RSP പറഞ്ഞിരിക്കുന്നത്? അത്തരത്തിൽ പരസ്യമായി പറഞ്ഞില്ലെങ്കിലും ഇപ്പോൾ LDF വിട്ടു എന്ന തരത്തിലുള്ള തീരുമാനം തന്നെയല്ലേ അറിയിച്ചിരിക്കുന്നത്? അങ്ങനെ തന്നെയാണ് സായികുമാർ. LDFൽ ഇനി തുടരാനില്ല, LDF തുടരുന്ന കാര്യം ഇനി ആലോചിക്കുന്നില്ല എന്നാണ് അല്പസമയം മുമ്പ് RSP നേതാവ് അസീസ് അതുപോലെ തന്നെ NK പ്രേമചന്ദ്രൻ തുടങ്ങിയവരുടെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. LDFൽ ഇനി തുടരാനില്ല, ഇനി കൊല്ലം സീറ്റ് നൽകിയാൽ തന്നെ LDFിലേക്ക് ഇത് തിരിച്ചു വരില്ല. ഇത് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായുള്ള LDFൽ തുടർന്ന അപമാനവും അതുപോലെ തന്നെ അപമാനമാണ് ഈ ഒരു തീരുമാനത്തിന് കാരണമെന്നും അവർ പറഞ്ഞു വെക്കുന്നു. LDF ഇനി തുടരാനില്ല എന്ന കൃത്യമായ സൂചന തന്നെയാണ്, കൃത്യമായ വാക്കുകൾ തന്നെയാണ് അവരത്